Hello everyone and welcome to this new IT ICT practical video. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈത്തൺ ഗ്രാഫിക്സിൽ നിന്ന് വരുന്ന ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഈ അടുത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സൺ ക്ലോക്ക്, മെയിൽ മെർജ്, ഇങ്ക്സ്കേപ്പ് ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ആദ്യം കാണാം. അതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, IT ICT എക്സാമിനർ പ്ലേലിസ്റ്റ്. അതിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് വീഡിയോയും കാണാം. ഇനി അടുത്ത ഏത് ടോപ്പിക് വേണം, എന്ത് പ്രാക്ടിക്കൽ, എന്ത് തിയറി വേണമെന്ന് എന്താണേലും അറിയിക്കുക. അപ്പോൾ ഡേറ്റാബേസ് ഒക്കെ വേണമെങ്കിൽ എല്ലാവരും അറിയിക്കുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. സിൻഫിക് വേണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക, അത് ഫ്രീ ആണ്. ലൈക്ക് ചെയ്യുക, അതും ഫ്രീ ആണ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് കാണിക്കുക, അത് വീണ്ടും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് മാർക്ക് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ITക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് കാണിക്കുക. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ പൈത്തൺ ഗ്രാഫിക്സ്, ഈ ചേട്ടന്മാർ പറയുന്ന പോലെ ഒന്നും ചെയ്യല്ല, നമ്മൾ അവസാനം എക്സാമിന് എന്താ വേണ്ടത് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മലയാളം മീഡിയംകാരും ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, അപ്പം വായിക്കാൻ പറ്റേണ്ട ആവശ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ആ പൈത്തൺ പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട്, ഈ ഔട്ട്പുട്ട് 1 തന്നിട്ടുണ്ട്. എനിക്ക് ഒരു പൈത്തൺ പ്രോഗ്രാമും തന്നു, അതിന്റെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ കോഡ് മൊത്തം തന്നിട്ടുണ്ട്. ഈ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള കോഡാണ്. അതും ഇൻഡന്റേഷൻ ഒക്കെ ഇങ്ങനെ ലൂപ്പിലൊക്കെ ഉള്ള സ്ഥലമൊക്കെ വിട്ട് ടാബൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. അപ്പൊ നമുക്ക് വലിയ പണിയൊന്നുമില്ല. അപ്പൊ ഈ സെയിം സാധനം നിങ്ങൾ ഒരു തെറ്റില്ലാണ്ട് ടൈപ്പ് ചെയ്താൽ അവിടെ തന്നെ കുറെ ആൾക്കാർ തെറ്റിക്കും, ഔട്ട്പുട്ട് 1 കിട്ടും. അത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഔട്ട്പുട്ട് 1 നോക്കിയേ, പ്രോഗ്രാം എടുത്തിട്ട് റൺ ചെയ്യണം. പിന്നെ ചേഞ്ച് ദ പ്രോഗ്രാം ടു ഗെറ്റ് ദ സെക്കൻഡ് ഔട്ട്പുട്ട്, ഈ ഔട്ട്പുട്ട് 2 കിട്ടണം. എന്നിട്ട് അത് സേവ് ചെയ്യണം ഫോൾഡറിൽ, ഹോമിൽ. ഓക്കെ, ഹോമിൽ 10 സേവ് ചെയ്യണം. സിമ്പിൾ പരിപാടി. ഇതിങ്ങനെ ഇത് ആക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങൾക്ക് സൂം ഇത് കാണിച്ചു തരാം. സൂം അവിടെ ചെയ്യാം, സൂം 125. ഇവിടെ എന്താണ് വ്യത്യാസം? ഈ സെയിം ഷേപ്പും സെയിം കോഡും ആണ്. ഈ വയലറ്റ് അല്ലെ പെർപ്പിൾ, ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. പെർപ്പിൾ കളർ ഉണ്ട് ഇവിടെ. ഈ പെർപ്പിൾ മാറ്റിയിട്ട് നമ്മൾ എന്താക്കണം, ബ്ലാക്ക് ആക്കണം. സിമ്പിൾ. അതേ സമയത്ത് ഗ്രേ മാറ്റിയിട്ട് GRA വൈൽ മാറ്റിയിട്ട് എന്താക്കണം, ബ്ലൂ ആക്കണം, ബ്ലൂ ലൈൻ ആക്കണം. അത് രണ്ടും ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടി, സേവ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ ഞാനത് തിരിച്ച് ഫിറ്റ് ആക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പൈത്തൺ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇവിടേക്ക് ആയിരിക്കും കുറെ ആൾക്കാർ കൺഫ്യൂഷൻ. ഈ കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് തെറ്റും. നമുക്കതൊക്കെ ശരിയാക്കാം. ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് ചെയ്തിരുന്നാൽ സെറ്റ് ആവും. പൈത്തണിലെ നിങ്ങളുടെ ചോദ്യം. അപ്പൊ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? എവിടെ പോ ഓഫീസിലാണോ? പ്രോഗ്രാമിങ്ങിൽ ഐഡിയലിൽ പോകണം. പൈത്തൺ ഒന്നും പോയി സെർച്ച് ചെയ്യല് കിട്ടൂല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു പുതിയതൊന്നെങ്കിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ എൻ്റെ പുറത്ത് നിന്ന് ടൈപ്പ് ചെയ്യാൻ പോവാം. ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് കാണിച്ചാൽ, ഞാനൊരു മെക്കാനിക്കൽ കീബോർഡാണ്. അരുൺ സാറിന് മെക്കാനിക്കൽ കീബോർഡ്സ് ഭയങ്കര ഇഷ്ടം. അപ്പം അതാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ നല്ല ഒച്ച ഉണ്ടാവും. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം ക്യാപ്സ് ലോക്ക് ഒക്കെ ഓഫല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ടാബ് ഇട്ട് പോയി ആദ്യം തന്നെ ഫ്രം ടർട്ടിൽ. അതിൽ ഇപ്പൊ നിങ്ങൾക്ക് അരുൺ സാറിന് ടൈപ്പിംഗ് സ്പീഡ് കാണിച്ചത് അല്ലേ, ഇമ്പോർട്ട് ആസ്ട്രിക്സ്. ഓക്കെ, ഇനി എൻ്റർ നിൽക്കുക, അടുത്തേക്ക് പോകുന്നു. ഇനി നോക്കിയേ, കളർ. ഓക്കെ, കളർ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. COLOUR അല്ല, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒന്നുമില്ല, ഇംഗ്ലീഷ് എന്താണ്, അമേരിക്കൻ ഇംഗ്ലീഷ് ആണെന്ന് വിചാരിച്ചാൽ മതി. ബ്രാക്കറ്റില് ആദ്യം നമുക്ക് ഇവരുടെ ഈ കളർ ആണ് കേട്ടോ, ഗ്രേ. ഓക്കെ, ഡബിൾ അപ്പോസ്ട്രോഫി മാർക്ക് ചെയ്യരുത്, ഗ്രൗ അല്ല, ഗ്രേ. ഓക്കെ, അപ്പൊ നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് ഒക്കെ ഞാനും വരുത്തും. ഓക്കെ, തുടങ്ങി ഗ്രാഫിക്സ് വരും. ഓക്കെ, നമ്മളിത് കുഴപ്പമില്ല, നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, എനിക്ക് അയാളുടെ ഔട്ട്പുട്ട് വരണ്ട അവിടെ. ഓക്കെ, ഇനി ഞാൻ ബാക്കി എന്താണ്, ഞാൻ പെൻ സൈസ് കൊടുക്കാം. പെൻ സൈസ് 5. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്തതൊന്നും തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ബിഗിൻ അണ്ടർസ്കോർ ഫിൽ. ഓക്കെ, ബിഗിൻ അണ്ടർസ്കോർ ഫിൽ, ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനിയാണ് ലൂപ്പ് ഉള്ളത്. ഫോർ I in range 12, I 12 വരെ പോകുന്നു. ഓക്കെ, I in range 12. ഇവിടെ കോളൻ ഇട്ടില്ലേ, സെമി കോളൻ ഇട്ടില്ലെങ്കിൽ എറർ കാണിക്കും, പോയി മൊത്തം വേസ്റ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ കോഡ് ഇടുന്നു, ലൂപ്പ് തുടങ്ങിയിട്ട് എന്താണ്, റൈറ്റിലേക്ക് 30 ഡിഗ്രി തിരിഞ്ഞ മകനെ, 3 അല്ല 30. ഓക്കെ, 30 ഡിഗ്രി തിരിഞ്ഞു. ഇനി എന്താണ്, ലൂപ്പ് കഴിഞ്ഞില്ല, അടുത്ത ലൂപ്പ് തുടങ്ങാൻ വേണ്ടി അവിടെ തന്നെ ഫോർ I in range 4. ഓക്കെ, അടുത്ത റേഞ്ച് തുടങ്ങി. ഇനി ഇവിടെയും ലൂപ്പ് തുടങ്ങിയോണ്ട് സെമി കോളൻ ഇടണം. ഇനി എന്താണ്, ഫോർവേഡ് എത്രയാണ്, സ്പേസ് ഒന്നും ഇല്ല കേട്ടോ, 90 ഡിസ്റ്റൻസ് പോകുന്നു. അതേപോലെ റൈറ്റിലേക്ക് എത്ര തിരിയുന്നു, 90 തിരിയുന്നു. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ തിരിച്ചു പോവാ, ഒന്നെങ്കിൽ ഷിഫ്റ്റ് ടാബ് വെക്കല്ല, ബാക്ക് സ്പേസ് നിൽക്കുക കേട്ടോ. ഇനി തിരിച്ച് ലൂപ്പിന്റെ പുറത്തേക്ക് വന്നു. കളർ എന്താണ്, പെർപ്പിൾ. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. അപ്പോസ്ട്രോഫി ക്ലോസ് ചെയ്തില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എൻഡ് അണ്ടർസ്കോർ ഫിൽ, ഫയലല്ല ഫില്ല്. ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാം, ഭഗവാനെ രക്ഷിക്കണേ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എൻ്ററേക്ക് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതുകൊണ്ടിട്ട് നമ്മൾ എന്താണ്, ഷെല്ലിനൊക്കെ ഇത് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ,
നമുക്ക് സേവ് ചെയ്യാം. സേവ് ആസ് കൊടുക്കാൻ തൽക്കാലം ഇവിടെ എന്താണ് ഹോമിൽ വേണ്ട, ഞാൻ എക്സാം ഇവിടെ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ തൽക്കാലം ഒരു പേരിട്ടിട്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പോട്ടെ. എക്സാം 10 ഞാൻ എന്താണ് ട്രയലിനിടാം. ഓക്കെ, കാരണം നമുക്ക് പിന്നെ ആവശ്യം വരും, സേവ് ചെയ്യാനായില്ല. ഇനി നമുക്ക് എന്താണ് ഓപ്ഷൻസിൽ ഇവിടെ നമുക്ക് റൺ ചെയ്യണം. ഓക്കെ, റൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്താണ് കുറച്ച് എററുകളൊക്കെ എന്താണെന്ന് ഞാൻ ചെയ്തത് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളത് കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കാണിക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ തെറ്റുകൾ തന്നെ കാണിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ സേവ് ചെയ്ത ഫയൽ, എന്ത് തെറ്റ് എന്ത് നിങ്ങൾ ചെയ്യുമ്പോഴും സേവ് ചെയ്യുക ഫയൽ. ഓക്കെ, ആ തെറ്റായിക്കോട്ടെ കുഴപ്പമില്ല, കാരണം ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയ തെറ്റാണ്. അപ്പോൾ ഞാൻ കാണിച്ചത് എൻ്റെ എക്സാം 10 ഞാൻ സേവ് ചെയ്തു ട്രയൽ എന്ന് പറഞ്ഞിട്ട്. ഇത് എൻ്റെ കറക്റ്റാണ്, പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ല, ട്രയൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നോക്കി, ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്ത കോഡ്. ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് എന്താണ്, ഞാൻ പൊതുവെ എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്ക്, ഞാനത് കോപ്പി ചെയ്യുന്ന കോഡ് എനിക്ക് ആവശ്യം വരും. ഞാൻ പൈത്തൺ ഒന്നുകൂടി ഓപ്പൺ ചെയ്യും കേട്ടോ. പൈത്തൺ അല്ല, ഐഡിൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഐഡിൽ ഓപ്പൺ ചെയ്ത് ആദ്യം തന്നെ സാധാരണ എല്ലാവരും കോഡ് അങ്ങ് ടൈപ്പ് ചെയ്യും. ഇത് ചെയ്യാൻ പാടില്ല. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഇവിടെ വരിക, ഡീബഗ് ഒന്നുമല്ല, ഫയൽ നിൽക്കുക, ന്യൂ നിൽക്കുക. ഓക്കെ, ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ കോഡ് പേസ്റ്റ്, ഇവിടെയാണ് കോഡ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് ആക്കട്ടെ, പേസ്റ്റ്. ഇനി ഞാൻ എന്താണ് ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. നമ്മുടെ കോഡിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ഒഴിവാക്കുന്നു. അയ്യോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്സ് നിങ്ങൾക്കും പറ്റും, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നു, സൂക്ഷിച്ച് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ കുറച്ചുകൂടി മിസ്റ്റേക്സ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം തന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതാണ് ഞാൻ റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എന്നോട് പറഞ്ഞിരിക്കുന്ന ആൾ. ഞാൻ വേണമെങ്കിൽ ഇത് ഒരു ഇൻഡന്റേഷൻ എല്ലാം പുറകിലേക്ക് ആക്കാം, കാരണം ഇങ്ങനെയായിരുന്നു തുടങ്ങുന്നത്. ഞാൻ കണ്ടെടുത്തോളം കോഡ് ഇങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നേരെ തന്നെ ഷെല്ലിൽ കൊണ്ടിട്ടു. അവിടെ നിന്നല്ലായിരുന്നു ചെയ്യേണ്ടത്, അതിന് പകരം ഞാൻ ഫയൽ ന്യൂ നിൽക്കിയിട്ട് ഇവിടെ നിന്നായിരുന്നു കോഡ് ടൈപ്പ് ചെയ്യേണ്ടത്. ആ ഫസ്റ്റ് മിസ്റ്റേക്ക്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സേവ് ചെയ്യണം. ഓക്കെ, ഞാൻ സേവ് ആസ് കൊടുക്കുന്നു. സേവ് ആസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹോമിൽ എക്സാം 10 കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുക, _question നമ്പർ ഇടുക, ഇട്ടു. ഓക്കെ, സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പം തെറ്റായ കോഡായിരുന്നു നേരത്തെ ചെയ്ത്, കാണാം, നിങ്ങൾ കാണും, പക്ഷെ എനിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, റൺ നിൽക്കുന്നു, റൺ മൊഡ്യൂൾ നമ്മുടെ ബ്യൂട്ടിഫുൾ. വാട്ട് ഹാപ്പൻഡ് എനിക്കറിയാം, ഞാൻ ആക്ടിങ് ആണ്. അപ്പോൾ ഞാൻ കാണിച്ചത് എന്താ പറ്റിയത്, എനിക്കൊരു പെട്ടിയെ വരച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, എറർ എന്ന് കാണിക്കുന്നത് നെയിം കളർ ഇസ് നോട്ട് ഡിഫൈൻഡ്. COLOUR അലൻ സാർ എന്നെ COLOR ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് COLOUR. എവിടെ പോയി, ഇവിടുത്തെ കളർ കറക്റ്റ് ആണ്, ഇവിടുത്തെ കളർ അത് പോയി. അപ്പം ഫസ്റ്റ് എറർ നമുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ സേവ്, Ctrl+S, സേവ്. ഓക്കെ, ഇനി സേവ് ആസ് എപ്പോഴും കൊടുക്കണ്ട. ഇനി നമുക്ക് വീണ്ടും റൺ ചെയ്യാം, റൺ മൊഡ്യൂൾ. ഇനി എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. അടിപൊളി. പക്ഷേ വെയിറ്റ്, അപ്പം നമ്മുടെ ഡയഗ്രാം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് മെല്ലെ ആവട്ടെ, നമ്മുടെ ഡയഗ്രാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതല്ല, ഇവിടെ എന്താണ് ഗ്രേ ബോർഡറും പെർപ്പിൾ ബോക്സ് വരേണ്ടത്. അപ്പം നമ്മുടെ ഇതിൽ എല്ലാം പെർപ്പിൾ ആണല്ലോ വന്നത്. കഴിഞ്ഞോ, ഇവിടെയൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മിസ്റ്റേക്സ് കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എക്സാമിനല്ല, ഇപ്പോഴൊക്കെ. ഓക്കെ, കാരണം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തോ തെറ്റുണ്ട്. അപ്പോൾ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്താൽ ശരിയാണ്, എനിക്ക് ഉറപ്പാണോ, നമുക്ക് നോക്കാം. പെർപ്പിൾ കിട്ടി, ഫിൽ കളറിൽ എന്തോ പ്രശ്നമുണ്ട്, ഗ്രേ ബോർഡർ വന്നിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം ശരിക്കും കറക്റ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ കോഡ് എവിടെ പോയി, ഇതാണ് എൻ്റെ കോഡ്. ഇതാണോ കോഡ്, ഇത് തന്നെ കോഡ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമുക്ക് നോക്കാം ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഓക്കെ, നമ്മൾ എല്ലാ ലൈൻ ബൈ ലൈൻ ഇങ്ങനെയാണ് ഒരു ഡീബഗർ, നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇതാണ് പണി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കുറെ ഇങ്ങനെ തന്നെ. അപ്പോൾ ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, കളർ ഗ്രേ കറക്റ്റ്, പെൻ സൈസ് 5 കറക്റ്റ്, ബിഗിൻ ഫിൽ കറക്റ്റ്, 4i അവിടെ തന്നെ. പിന്നെ എന്താണ് ഒരു ഇൻഡന്റേഷൻ ഉണ്ട് അല്ലേ ഇവിടെ, റൈറ്റ് 30 ഫോർ i ഇൻ റേഞ്ച് 4 ലൂപ്പ് തുടങ്ങി അടുത്ത ഇൻഡന്റേഷനിൽ. ഓക്കെ, ഞാൻ ഇവിടെ 2 എണ്ണം പോയാൽ അതുകൊണ്ടൊരു മിസ്റ്റേക്ക് വരില്ല കേട്ടോ. 2 പ്രാവശ്യം നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയതുകൊണ്ട് ടാബ് ഞെക്കിയിട്ട് ശരിയാക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇത് റെഡിയാ. ഇനിയാണ് എനിക്ക് സംശയം, ഞാൻ വിചാരിച്ചു 4ന്റെ അടി തന്നെയാണ് ഇത് വരികയെന്ന്. അല്ല, പക്ഷെ നോക്കിയേ, നിങ്ങളൊരു നേരെ ലൈൻ ഇവിടുന്ന് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഈ സ്റ്റാർട്ടിങ്ങിലേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കളറും എൻഫിലും ബാക്ക് സ്പേസ് അടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യണം, സേവ് നിൽക്കുന്നു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ഹോപ്പ്ഫുള്ളി ശരിയാവുന്ന വിചാരിക്കാം. എല്ലാം ശരിയാവണേ, രക്ഷിക്കണേ. ഇനി നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും. ഓക്കെ, കമോൺ, തുടങ്ങാം. ഇൻകൺസിസ്റ്റന്റ് യൂസ് ഓഫ് ടാബ്സോ, ക്ലോസ് ചെയ്യൂ. ഇവിടെ എന്തെങ്കിലും പറ്റിയോ, റൈറ്റ് നെക്കി, ഇവിടെ എന്തോ എറർ ഉണ്ടെന്നാ പറയുന്നത്. റൈറ്റ് 90. ഓക്കെ, ഇവിടെ എന്താ എത്ര ടാബ് ഉണ്ട്, ഇത് കറക്റ്റ് ആയിരിക്കണമല്ലോ, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ഒന്ന് സേവ് ചെയ്യട്ടെ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറ്റുമോ, സേവ് മസ്റ്റ്. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, റൺ ചെയ്തു. ഓക്കെ,
കുറച്ചുകൂടി പെട്ടെന്നായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പബം പം പരപം പബം പം പരപം പബ 3 2 1 കിട്ടി. ഇതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. നേരത്തെ തന്ന പോലെ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിലും നമ്മുടെ എക്സാമിനർ നമ്മളെ പിടിക്കാൻ സമ്മതിക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ പോയി എന്റെ സാധനം. ഓക്കെ, ഇയാളായിട്ട് കമ്പയർ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് എന്റെ തലേന്റെ പുറകിലേക്കും കാണാം. പക്ഷെ നോക്കിയേ, ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ല, പ്രശ്നമൊന്നുമില്ല. കറക്റ്റാ സെയിം സാധനം പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ അത് കിട്ടി, സെറ്റായി, അപ്പൊ രക്ഷപ്പെട്ടു. ഇനി പണി കഴിഞ്ഞു, 99% പണി കഴിഞ്ഞു. നമ്മൾ സേവും ചെയ്തല്ലോ, സേവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ കറക്റ്റ്. അപ്പൊ ഞാൻ സേവ് ചെയ്യുന്നു, സേവ് ഒക്കെ റെഡി. ഇനി നമുക്ക് മാറ്റേണ്ടത്, ഇവിടെ നിങ്ങൾ ആലോചിക്കണം, വളരെ സിമ്പിളാണ്. പെർപ്പിൾ കളറിന് പകരം ഇതാക്കണം. ഇനി ഔട്ട്പുട്ട് 2ലേക്ക് എത്തിക്കണം. ഓക്കെ, സേവ് ചെയ്യണം. എന്നിട്ട് ഇത് മാറ്റിയിട്ട് ഈ പെർപ്പിൾ കളർ ഉണ്ടോ അത് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കണം. ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയത്. ഗ്രേ ഉള്ളിടത്ത് ബ്ലൂ ആക്കാം. ഡാർക്ക് ബ്ലൂ ഒക്കെ വേണം നമുക്ക് ആലോചിക്കാം. ഓക്കെ, കളർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഗ്രേ ഉള്ളിടത്ത് ഞാൻ പറഞ്ഞു ബ്ലൂ ആക്കുന്നു, ആൻഡ് പെർപ്പിൾ ഉള്ളിടത്ത് നമ്മൾ ബ്ലാക്ക് ആക്കുന്നു. ബ്ലാക്ക് അല്ല, ബ്ലാക്ക്. എനിക്ക് അടുത്ത എറർ വരാൻ പറ്റൂല. സേവ് ചെയ്യുന്നു. ഓക്കെ, റൺ മൊഡ്യൂൾ. യെസ്, കറക്റ്റ് ആൻസർ. അപ്പൊ ബ്ലൂ ബോർഡറും കിട്ടി, ബ്ലാക്ക് ഇൻസൈഡും കിട്ടി. കറക്റ്റ് ആണ്. ഒന്ന് ചെക്ക് ചെയ്തോ, നിങ്ങൾ ചെക്ക് ചെയ്തോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല കയ്യിൽ, ചെക്ക് ചെയ്യാം. ഓ പെർഫെക്റ്റ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അത് കിട്ടണം. ഇനി സേവ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സേവ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്താൽ എക്സാം ടൈമിൽ നിങ്ങളുടെ റോൾ നമ്പർ ഒക്കെ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത്രയുള്ള സംഭവം. കോഡ് കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്ത പ്രശ്നങ്ങൾ, ഞാൻ ഉണ്ടാക്കിയ മിസ്റ്റേക്ക്, ഫയൽ ഐഡിൽ ഓപ്പൺ ചെയ്യാം, ഫയൽ ന്യൂ നെക്കിയിട്ട് എന്താണ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഇൻഡന്റേഷൻ ടക്ക് ചാടിയിരിക്കുന്നൊക്കെ കറക്റ്റ് നോക്കുക. മിസ്റ്റേക്ക് വരും. കളറിന്റെ സ്പെല്ലിംഗ് നോക്കുക. ലൂപ്പ് തുടങ്ങുമ്പോൾ കോളൻ, സെമി കോളൻ ഇടണമെന്ന് ആലോചിക്കുക, അത് തെറ്റിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പർ ആയിട്ട് സേവ് ചെയ്യുക. ഇനി ഔട്ട്പുട്ട് 2 കിട്ടാൻ ഏത് കളറാണെന്ന് കമ്പയർ ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾ പൈത്തൺ ഗ്രാഫിക്സ് ചെയ്യേണ്ടത്. പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളെ കുറച്ചുകൂടി അടിപൊളിയാക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. എന്താണ് കമന്റ് ചെയ്യേണ്ടത്? ഈ പ്രോഗ്രാം ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, കോപ്പി അടിക്കാൻ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന എനിക്കറിയാം. ഓക്കെ, എനിക്കറിയേണ്ടത് ഇതിൽ യെല്ലോ മാറ്റിയിട്ട് ഇവിടെ ഏത് കളർ വരണം, പെർപ്പിൾ മാറ്റിയിട്ട് ഏതാക്കണം. അപ്പൊ നിങ്ങൾ യെല്ലോ എന്താണ് ഒരു കോമ അല്ലെങ്കിൽ ഹൈഫൺ ഇട്ടിട്ട് ഏത് കളറാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പൊ പെർപ്പിളും യെല്ലോ കോഡിലാണല്ലോ, അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് കമന്റ് ചെയ്യണം. ഇവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് കമന്റ് ചെയ്യുക. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, ഇവിടെ വരെ കണ്ടല്ലോ, ആർക്കെങ്കിലും I%2ന്റെ മീനിങ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒരു വേരിയബിളാ. പെർസെന്റേജ് എന്താണെന്നുള്ള മീനിങ് അറിയെങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഇനി ഏത് വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. ഇത് പ്രാക്ടീസും ചെയ്യാം, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഹോപ്പ്ഫുള്ളി യു ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ് ആൻഡ് ഈ കോഡിനൊക്കെ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോന് വേണ്ടി കാത്തിരിക്കുക. പ്ലേലിസ്റ്റിലൊക്കെ എല്ലാം വീഡിയോ ഉണ്ടാവും. ഓക്കെ, ബൈ ബൈ.